Alexa, turn off my light. Okay. Alexa, turn on my light. Okay. Alexa, turn off my AC. Okay. Alexa, turn on my AC. Okay. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനം ഇതാണ്. നമ്മുടെ സോൺ ഓഫ് ബേസിക് വൈഫൈ സ്വിച്ചാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ. ആമസോണിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പവർ 220 വോൾട്ടാണ്, 10 ആംപിയർ കറണ്ട് മാക്സിമം, 2200 വാട്ടാണ് മാക്സിമം ഇതിൻ്റെ കപ്പാസിറ്റി. ഇവിടെ പ്രത്യേകം ചെക്ക് ചെയ്യുക. 2200 വാട്ടിൽ കൂടുതൽ ഉള്ളതിന് ഈ ഒറ്റ സോൺ ഓഫ് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം എടുത്ത് കൊടുത്ത് റെസിസ്റ്റീവ് ലോഡാണ് 2200 വാട്ടിൻ്റെ അടുത്തുള്ളതും 10 ആംപിയർ മാക്സിമം കറണ്ട് കപ്പാസിറ്റി ഉള്ളതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അടുത്ത നമുക്ക് എ സിക്ക് വേണ്ടി കൺട്രോൾ ചെയ്യുന്ന യൂണിവേഴ്സൽ റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള ഈ യൂണിവേഴ്സൽ IR ഡിവൈസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് വെച്ചിട്ട് എല്ലാ IR ഡിവൈസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. AC, TV എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ആമസോണിൽ ഇത് ഓൺലൈനായിട്ട് ലഭ്യമാണ്, നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇത് എല്ലാ പലതരത്തിലുള്ളതുണ്ട്. ചെക്ക് ചെയ്തിട്ട് മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാം, മേടിക്കാനുള്ള ലിങ്ക്. അടുത്ത നമുക്ക് ഇതിന്റെ വയറിംഗ് നമുക്ക് പഠിച്ചാലോ. സോൺ ഓഫിന്റെ വയറിംഗ് ചെയ്യാനായിട്ട് ഇതിനകത്ത് നമുക്ക് നേരത്തെ ഓപ്പൺ ആക്കി കണ്ട് ഞാൻ വയർ ചെയ്ത് വെച്ചേക്കുന്നതേ കാണിച്ചിട്ടാണ്. ഒരു ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഇൻപുട്ടിനകത്ത് ഒരു ഫേസ് ഒരു ന്യൂട്രലും കൊടുക്കുകയാണ്. ഇതിനകത്ത് ന്യൂട്രൽ മസ്റ്റ് ആണ് കേട്ടോ. കാരണം ഈ സോൺ ഓഫിന് വർക്ക് ചെയ്യാനായിട്ട് വൈഫൈ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈന് ന്യൂട്രൽ കൊടുത്തേ പറ്റൂ. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് ലൈറ്റിലേക്ക് പോകുന്നത് ഒറ്റ ഫേസ് മാത്രം നമുക്ക് എടുത്താൽ മതിയല്ലോ. സ്വിച്ച് വഴിയുള്ള കൺട്രോൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫേസ് മാത്രം എടുത്താൽ ന്യൂട്രലിന് ആവശ്യമില്ല. ന്യൂട്രൽ എടുത്ത് പോകുന്നവരും ഉണ്ട്, പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒറ്റ സ്വിച്ചിങ് മാത്രം നടക്കുന്നുണ്ട്. ന്യൂട്രൽ ഡയറക്റ്റ് ലൈറ്റിലോട്ട് പോയേക്കുന്നുണ്ട്. നമ്മൾ ഫേസ് മാത്രം സ്വിച്ച് എന്നുള്ളൊരു ലൂപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സ്വിച്ചിനകത്ത് നമുക്കറിയാം ഇൻകമിംഗ് ഉണ്ട്, ഔട്ട് ഗോയിങ് ഉണ്ട്. ഇൻകമിംഗ് ആണ് ഇൻപുട്ടിന്റെ ലൈൻ ഫേസിൽ സോൺ ഓഫിന്റെ ഇതിനകത്ത് കൊടുക്കേണ്ടത്. ലൈറ്റിലേക്ക് പോകുന്ന ഔട്ട് ഗോയിങ് ആണ് സോൺ ഓഫിന്റെ ഔട്ട്പുട്ടിൽ കൊടുക്കേണ്ടത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ന്യൂട്രൽ കൊടുക്കുക സോൺ ഓഫിന്റെ വർക്കിങ്ങിന് വേണ്ടി, ആ ഡിവൈസ് വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വയർ ശ്രദ്ധിച്ചറിയാം. ഔട്ട്പുട്ടിൽ കൊടുത്തേക്കുന്നത് ഡയറക്റ്റ് ലൈറ്റിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് കേബിൾ ആണ് അതിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ സ്വിച്ചിന്റെ ഔട്ട്പുട്ട് ലൈനും ഇൻപുട്ട് ലൈനും ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻപുട്ട് ലൈനിൽ മെയിൻ പവർ സപ്ലൈ എപ്പോഴും ഓൺ ആയിരിക്കും. എപ്പം നമ്മൾ സ്വിച്ച് ഇടുന്നു അപ്പോഴേ അത് പോകത്തുള്ളൂ. നമുക്ക് വേറൊരു മെത്തേഡും ചെയ്യാം. ഇതിനകത്ത് ഞാൻ 2 ഗ്യാങ് സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്ത് സിംഗിൾ ഗ്യാങ് യൂസ് ചെയ്യാം. 2 ഗ്യാങ് ഞാൻ യൂസ് ചെയ്യാം. കാരണം എപ്പോഴെങ്കിലും വൈഫൈ അവൈലബിലിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് സ്വിച്ച് ലൈറ്റ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു 2 ഗ്യാങ് സ്വിച്ചിന്റെ ഒരു കൺട്രോള് വെച്ചിട്ട് കൊടുത്തേക്കുന്നത് ലൂപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ലൂപ്പ് ചെയ്ത് ഇൻപുട്ട് ലൈൻ അപ്പുറത്ത് ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ടിന്റെ ലൈന് ഒന്ന് സോൺ ഓഫിലേക്കും ഒന്ന് രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ മാനുവലായിട്ട് റൺ ചെയ്യുന്ന സ്വിച്ചിന്റെ ഔട്ട്പുട്ടിലേക്കാണ് മാറ്റി ഞാൻ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഒന്ന് ഞാൻ ലൈറ്റ് ഇട്ടെന്ന് കാണിച്ചുതരാം. മാനുവൽ സ്വിച്ചിന്റെ ആണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ. മാനുവൽ സ്വിച്ചിന്റെ ലൈറ്റ് എപ്പോൾ ഇട്ടാലും നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കണ്ടീഷൻ. അതാണ് ഞാൻ കണ്ടോ, മാനുവൽ സ്വിച്ച് ഇട്ടപ്പോഴേ ലൈറ്റ് കത്തി മാനുവൽ സ്വിച്ച് ഇട്ടപ്പോൾ. ഇനി അടുത്ത നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്വിച്ച് നമ്മൾ ഇട്ടേക്കുന്നത് സോൺ ഓഫിന് വേണ്ടിയിട്ടാണ്. ആ സ്വിച്ച് ഇടുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, സോൺ ഓഫിന്റെ ലൈറ്റ് ആണ് അത് കത്താൻ പോകുന്നത്. അല്ല, സോൺ ഓഫിന്റെ ആ രണ്ടാമത്തെ സ്വിച്ച് ഇടുകയാണ്. രണ്ടാമത്തെ സ്വിച്ച് ഇട്ടു, സോൺ ഓഫ് കണ്ടോ. ഒന്ന് മാനുവലായിട്ട് ലൈറ്റിനും രണ്ടാമത്തെ സ്വിച്ച് സോൺ ഓഫിന്റെ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അത് ഞാൻ ഈ വൈഫൈ നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. വൈഫൈ എപ്പോഴും അതിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്തേക്കുന്നുള്ളൂ കേട്ടോ. എമർജൻസി എല്ലാ സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് സോൺ ഓഫ് സ്വിച്ച് ഓൺ ആക്കിയിടാം. അത് ഇല്ലെങ്കിലും 1 ഗ്യാങ്ങിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പം ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ. അനുസരിച്ച് ലൈറ്റ് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മുടെ അവസാനത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. വയറൊക്കെ നിങ്ങൾക്ക് ട്രിങ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ AC കൺട്രോൾ ചെയ്യുന്ന ഡിവൈസ്. ഞാൻ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സൽ IR ഡിവൈസ് ആണ്. സാധാരണ മൊബൈൽ ചാർജർ പോലെ ചാർജ് കുത്തുന്ന പോലെയാണ് ഇതിന്റെ പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. കേബിൾ കുത്തുക, പവർ സപ്ലൈയുടെ കോഡ് കുത്തുക, നമുക്ക് ഇതിനകത്തുള്ള പവർ സപ്ലൈ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് സാധാരണ ഡിവൈസാണ്. വലിയ വെയിറ്റും പരിപാടികളൊന്നുമില്ല. ഇതാണ് ഡിവൈസ് നമ്മുടെ AC കേട്ടോ. AC വേറെയാണ്, ലൈറ്റിനും വേറെയാണ്.
ഗൈസ് നമ്മുടെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്പാണ് ഇത് കേട്ടോ, EV-Link. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഫസ്റ്റ് EV-Link എന്ന് പറയുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബാക്കി നമുക്ക് കാണിച്ചു തരാം. സോൺ ഓഫിൽ നമ്മൾ ഈ കാണുന്ന പെയറിംഗ് ബട്ടൺ ഒരു 7 സെക്കൻഡ് നേരത്തേക്ക് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. EV-Link ആപ്പ് ഓപ്പൺ ആക്കുക, അതിനകത്ത് ക്വിക്ക് പെയറിംഗ് ഓപ്പൺ ആക്കുക, ക്ലിക്ക് ചെയ്യുക, ആഡ് വൺ ഡിവൈസ് കൊടുക്കുക. മേളിൽ കാണുന്നത് വൈഫൈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. 7 സെക്കൻഡ് നേരത്തേക്ക് ഓപ്പൺ ആയ സ്ഥിതിക്ക് നമുക്ക് ഇത് ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്യുന്നവരെ കാത്തിരിക്കുക. പ്രധാനമായിട്ട് നോക്കാനുള്ളത് ആ 7 സെക്കൻഡ് നേരത്തേക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും, അതിനകത്ത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ലൈറ്റ്. അതാണ് കേട്ടോ കണ്ടീഷൻ. അതിനനുസരിച്ച് അതിനകത്ത് ഓരോന്ന് വെച്ച് ഡിറ്റക്ട് ചെയ്ത് ഏറ്റവും അവസാനം ഈ ഡിവൈസിനെ ആഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഡിവൈസ്. EV-Link ആപ്പ് പതുക്കെ പോയി ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഡിവൈസിന് ഇപ്പം ആഡ് ചെയ്യും. ഇഷ്ട പേര് നമുക്ക് മാറ്റാം. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് മാറ്റാം കേട്ടോ. പേര് എൻ്റർ ചെയ്യുക. മൈ റൂം ലൈറ്റ് എന്ന് കൊടുക്കുക. നമ്മുടെ റൂമിലെ ലൈറ്റ് ആണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൂം വേണ്ട, ചെറുതാക്കാം. നമുക്ക് മൈ ലൈറ്റ് എന്നായാലും മതി അല്ലേ. മൈ ലൈറ്റും കൂടി നമുക്ക് കൊടുക്കാം. മൈ ലൈറ്റ് എൻ്റർ ചെയ്യുക. മൈ ലൈറ്റ് എൻ്റർ ചെയ്തതിനു ശേഷം ചേഞ്ച് ആയി കേട്ടോ. ചേഞ്ച് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. പ്രമേയത്തിന് മൈ ലൈറ്റ് വന്നിട്ടുണ്ട്. ആ ബട്ടൺ ഞെക്കിക്കൊണ്ട് നമുക്ക് ഓഫാക്കാനും ഓണാക്കാനും സാധിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ല പ്രധാനമായിട്ടുള്ള ഗുണം. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ത്രൂ തന്നെ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കിനി പ്രധാനമായിട്ട് നോക്കാൻ എന്താണ് കണ്ടോ, ലൈറ്റ് ഓഫ് ആകുമ്പോൾ അതിന്റെ കളർ മാറുന്നുണ്ട് ആപ്ലിക്കേഷനിൽ. ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. വൈഫൈ കണക്ഷൻ വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെ മൊബൈൽ ഡാറ്റ കണക്ഷൻ ആയാലും മതി. വൈഫൈ തന്നെ വേണമെന്നില്ല കേട്ടോ. മൊബൈൽ ഡാറ്റ കണക്ഷൻ ആയാലും മതി. സുഖമായിട്ട് നമുക്ക് ഓപ്പൺ എവിടെ ചെന്നാലും ഏത് സ്ഥലത്തുനിന്ന് നമുക്ക് ഓപ്പൺ ആക്കാൻ ഓണെന്ന് കരുതി. നമുക്കിനി അലക്സയുടെ ലിങ്ക് ഉള്ളത് നോക്കാം. പ്രൊഫൈൽ എന്ന് എഴുതിയിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അലക്സയുടെ ചിഹ്നം കിടപ്പുണ്ട്, ബ്ലൂ കളറിലെ ചിഹ്നം ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അലക്സയുടെ ഓപ്പൺ ആവും. ഓപ്പൺ ആയിട്ട് ആ ലിങ്ക് വിത്ത് അലക്സ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് വിത്ത് അലക്സയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലക്സയായിട്ട് ലിങ്കിങ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക് അലക്സയുടെ ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കി വെച്ചേക്കണം കേട്ടോ. അത് അലക്സയുടെ വേറെ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാം. അലക്സയുടെ ആപ്പ് ഇൻസ്റ്റാൾ ആക്കി വെക്കുക ഗൈസ്. അപ്പം ഓപ്പൺ ആകും. ഇപ്പം ഇതിനകത്ത് ലിങ്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ലിങ്ക് ആവുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ലിങ്ക് ആയതായിട്ട് കാണാം. ലിങ്ക് ആയി. ഇതാണ് അക്കൗണ്ട് ലിങ്ക്. അപ്പൊ ഇതായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ അലക്സയായിട്ട് ലിങ്ക് ആയി കഴിഞ്ഞു ഈ ആപ്പ്. ഇനി നമുക്ക് അലക്സയ്ക്കകത്ത് ഇത് എനേബിൾ ചെയ്യേണ്ട ഫീച്ചർ ഉണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അലക്സയ്ക്കകത്ത് നമ്മൾ സ്കിൽസ് ആൻഡ് ഗെയിംസിൽ ക്ലിക്ക് ചെയ്യുക. സ്കിൽസ് ആൻഡ് ഗെയിംസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആപ്ലിക്കേഷന്റെ പേര് നമുക്ക് സെർച്ച് ബട്ടണിൽ EV-Link എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യണം. അപ്പം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് EV-Link എന്ന് ടൈപ്പ് ചെയ്യുക. അതാണല്ലോ നമ്മുടെ സോൺ ഓഫിന്റെ ആപ്ലിക്കേഷൻ നെയിം. അത് ക്ലിക്ക് ചെയ്തിട്ട് EV-Link എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എഴുതുക ആ ഡിസേബിൾ സ്കില്ലിന്റെ അടുത്ത് എനേബിൾ എന്ന് കാണും കേട്ടോ. അപ്പൊ അതിനകത്തുള്ള എനേബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ AC റെഡിയാക്കാനായിട്ട് പെയറിംഗ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പെയറിംഗ് ബട്ടൺ 7 സെക്കൻഡ് നേരെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ എന്താണ് ഇതിനകത്ത് ഇൻഡിക്കേഷൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായിരിക്കും കണ്ടീഷൻ കേട്ടോ. അതിനുശേഷമാണ് നമുക്കിനി ബാക്കിയുള്ളത് നോക്കാം. ഹലോ ഗൈസ്, നമുക്കിപ്പോൾ AC കൺട്രോൾ ചെയ്യാനായിട്ട് വേണ്ടുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് സ്മാർട്ട് ലൈഫ്. സ്മാർട്ട് ലൈഫ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടും. ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സ്മാർട്ട് ലൈഫ് ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോറിൽ കിട്ടും. ആഡ് ഡിവൈസ് കൊടുക്കുക. ആഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷൻസ് സൈഡിലുള്ള ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും താഴെ നമ്മൾ അതേഴ്സ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മേളിൽ 2-3 ഓപ്ഷൻ വരും. അതിൽ നിന്നുള്ള സെലക്ട് ചെയ്യാം. മേളിൽ നിന്ന് രണ്ടാമത് യൂണിവേഴ്സലിനകത്ത് ക്ലിക്ക് ചെയ്യുക. യൂണിവേഴ്സൽ IR ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വൈഫൈ എനേബിൾ ചെയ്യുക. വൈഫൈയുടെ പാസ്വേഡ് ഡീറ്റെയിൽസ് അടിച്ചിട്ട് വൈഫൈ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിവൈസിനകത്തുള്ള പെയറിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷമുള്ള ബ്ലിങ്ക് ചെയ്തില്ല. ആ ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടീഷനിൽ ഈ ഡിവൈസ് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഡിവൈസ് ഡിറ്റക്ട് ചെയ്ത് ആഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ആഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഡിവൈസ് ആഡ് ആയി. ഇതിനകത്ത് സക്സസ്ഫുള്ളി ആഡ് ആയിട്ട് കാണിക്കാം. ഈ സ്മാർട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അതിന് നമുക്ക് മൈ AC എന്നോ ഒക്കെ കൊടുക്കാം. നമുക്ക് ആ ഡിവൈസ് മാറ്റിയിട്ട് നമുക്ക് മൈ AC എന്ന് എന്തെങ്കിലും രീതിയിൽ കൊടുക്കാം. മൈ ACയുടെ പേരിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത റിമോട്ട് ആഡ് ചെയ്യാം. റിമോട്ട് ആഡ് ചെയ്യാനായിട്ട് റിമോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് എയർ കണ്ടീഷൻ ആണ്. നമുക്ക് എയർ കണ്ടീഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മുടെ എയർ കണ്ടീഷൻ ഏതാണോ അതിനനുസരിച്ച് ആ സെർച്ച് ബട്ടണിൽ റിമോട്ടിന്റെ അത് സെർച്ച് ചെയ്യുക. അടിച്ചു കൊടുക്കുക. ജനറൽ എന്ന് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് വരും. എൻ്റെ അത് ജനറൽ ആയ സ്ഥിതിക്ക് ഞാൻ ജനറൽ സെലക്ട് ചെയ്യുകയാണ്. ജനറലിനകത്ത് ഇഷ്ടമുള്ള ഒത്തിരി റിമോട്ടുകൾ വരും. കണ്ടില്ലേ? ഈ ഉള്ള ഏതെങ്കിലും ഒരു റിമോട്ടിൽ നിന്ന് നമ്മൾ ആ സ്വിച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആണോ അല്ലയോ നോക്കിയിട്ട്
അതിന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള സ്വിച്ച്, ആ സ്വിച്ചും എല്ലാം ബട്ടണും ചെക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആയിരിക്കണം കേട്ടോ നമുക്ക് ഏതാണ് റിമോട്ട് ആക്റ്റബിൾ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. റിമോട്ട് അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ത്രൂ തന്നെ ഓരോ ബട്ടണും നമ്മൾ ക്ലിക്ക് ചെയ്ത് എ സിക്കകത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഫാൻ്റെ സ്പീഡ് വേരി ചെയ്ത് നോക്കുക, ഫാൻ്റെ സ്പീഡ് വേരി ആവുന്നുണ്ടോ, പിന്നെ കൂളിംഗ് മോഡിൽ ആക്ടിവേറ്റ് ആവുന്നുണ്ടോ, ഹീറ്റിംഗ് മോഡ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുക. ടെമ്പറേച്ചർ പതുക്കെ ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്തൊക്കെ നമുക്ക് മാറ്റി നോക്കാം കേട്ടോ. ഫാൻ സ്പീഡ് എല്ലാം മീഡിയം, ലോ, ഹൈ എല്ലാം ആവുന്നുണ്ടോ നോക്കുക. അതിനുശേഷം പതുക്കെ ടെമ്പറേച്ചറും കൂടി ചേഞ്ച് ചെയ്ത് മാറ്റുക. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് വർക്കാവുന്നുണ്ടോ നോക്കുക. എല്ലാം വർക്കാവുന്നുണ്ടോയെന്ന് നമ്മൾ തിട്ടപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഇതിനകത്തല്ല ഡ്യൂ ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതും വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. ഇഷ്ടമുള്ള റിമോട്ട് നമുക്ക് ആഡ് ചെയ്തിടാനുള്ള ഓപ്ഷനും ഉണ്ട്, അത് വേറെ അതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് അലക്സയുടെ ലിങ്ക് ചെയ്യാനുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓൾറെഡി ആ ഓപ്ഷൻ അത് ഉണ്ടോ, മീക്കകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് അലക്സയ്ക്കകത്ത് ലിങ്ക് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. പഴയ പോലെ തന്നെ അതിനകത്തുള്ള രീതി തന്നെ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക അലക്സ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് അലക്സ ഓപ്പൺ ആക്കാം. അലക്സ ഓപ്പൺ ആക്കിയിട്ട് സെയിം പഴയ പോലെ തന്നെ സ്കിൽസ് ആൻഡ് ഗെയിംസിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ സെർച്ച് ബട്ടണിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്യുക. ആപ്ലിക്കേഷൻ അറിയാലോ എന്താണെന്നുള്ളത്, സ്മാർട്ട് ലൈഫ് അല്ലേ. സ്മാർട്ട് ലൈഫ് എനേബിൾ ചെയ്യുക. അതിനകത്ത് ഓപ്ഷൻസ് വരും. എനേബിൾ ടു യൂസ് എന്ന് കിടക്കുന്നുണ്ട്, എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് എഗ്രി ആൻഡ് ലിങ്ക് കൊടുക്കുക. എഗ്രി ആൻഡ് ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്മാർട്ട് ലൈഫ് അത് എനേബിൾ ആവും. ഇതിനകത്ത് എനേബിൾ ഇത്രയാണ് ഗായ്സ്. എനേബിൾ ആയ ഡിവൈസ് നമുക്ക് അലക്സയ്ക്കകത്ത് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം. മൈ ലൈറ്റ് എന്ന് എന്തെങ്കിലും കൊടുക്കാം. കണ്ടോ, ഇതിനകത്ത് അലക്സയ്ക്കകത്തുള്ള ചിഹ്നമാണിത്. അലക്സയ്ക്കകത്ത് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഓട്ടോമാറ്റിക് അലക്സ ത്രൂ നമുക്ക് ഓപ്പൺ ആക്കാനും ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും കേട്ടോ. ഈ ചിഹ്നമാണ് വരുന്നത് നോർമലി മൈ ലൈറ്റിനകത്ത്. അതേപോലെ തന്നെ എ സിയും അതേപോലെ തന്നെ നമുക്ക് ഇട്ടിട്ട് എ സി നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ എ സി ഇട്ടിട്ട് എ സി നമുക്ക് ഇതേപോലെ തന്നെ അലക്സ ത്രൂ നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റും. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആപ്ലിക്കേഷൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ല്. അതിനനുസരിച്ച് പുതിയ വീഡിയോസ് നമ്മൾ ഇറക്കുന്നതായിരിക്കും, തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഗൈസ്.